ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയെ കൊല്ലാൻ ഇസ്രായേൽ ആഗ്രഹിച്ചു. ഖമേനി എങ്ങനെ അതിജീവിച്ചു? മൊസാദ് എങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടത്? ഖമേനി എവിടെയാണ് ഒളിച്ചത്? ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധത്തിനിടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനായി ഇറാൻ എന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊല്ലാൻ ഇസ്രായേൽ ആഗ്രഹിച്ചു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള 12 ദിവസം നീണ്ടുനിന്ന മാരകമായ സംഘർഷം അമേരിക്ക ഇറാനിൽ അവരുടെ B2 സ്പിരിറ്റ് ബോംബറുകൾ ഉപയോഗിച്ച് ഫോർദോ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തുകയും പിന്നീട് തിരിച്ചടിയൊന്നോണം മിഡിൽ ഈസ്റ്റിലെ ചില അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ പുതിയ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു. യുദ്ധസമയത്ത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇല്ലാതാക്കാൻ ടെൽ അവീവ് ആഗ്രഹിച്ചിരുന്നു. യുദ്ധസമയത്ത് സാധ്യമായിരുന്നെങ്കിൽ തൻ്റെ രാജ്യം ഖമേനിയെ വധിക്കുമായിരുന്നെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ജൂൺ 26 സമ്മതിച്ചു. ഖമേനി ഞങ്ങളുടെ ദൃഷ്ടിയിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ വധിക്കുമായിരുന്നെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഖമേനി ഇത് മനസ്സിലാക്കി. അദ്ദേഹം വളരെ ആഴങ്ങളിലേക്ക് ഒളിവിൽ പോയി. വധിക്കപ്പെട്ട കമാൻഡർമാർക്ക് പകരം വന്ന കമാൻഡർമാരുമായുള്ള ബന്ധം ഉൾപ്പെടെ എല്ലാം വിച്ഛേദിച്ചു. അതിനാൽ ഒടുവിൽ ഞങ്ങൾക്കിത് സാധിച്ചില്ല. ഇസ്രായേലിന്റെ കാൻ പബ്ലിക് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ കാറ്റ്സ് പറഞ്ഞു. 12 ദിവസത്തെ യുദ്ധത്തിലിടനീളം തൻ്റെ രാജ്യം ഇറാന്റെ പരമോന്നത നേതാവിനായി സജീവമായി തിരച്ചിൽ നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു. ഖമേനിയുടെ കൊലപാതകത്തിലൂടെ ഇറാന്റെ നേതൃത്വത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഇസ്രായേൽ ആഗ്രഹിച്ചത്. ഭരണമാറ്റത്തിനായിട്ടല്ല, ഇറാൻ എന്ന രാജ്യത്തിന്റെ നേതൃത്വത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനാണ് ഇസ്രായേൽ ഖമേനിയെ കൊല്ലാൻ ആഗ്രഹിച്ചതെന്ന് കാറ്റ്സ് പറഞ്ഞു. സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്താൻ ആഗ്രഹിച്ചുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഖമേനിയെ കൊല്ലാൻ ഇസ്രായേൽ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഇത്തരം കാര്യങ്ങൾക്ക് തൻ്റെ സർക്കാരിന് ആരുടെയും അനുമതി ആവശ്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അനുമതി ആവശ്യമില്ല, അദ്ദേഹം ചാനൽ 13നോട് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഖമേനിയുടെ ജീവനെ ട്രംപും ഭീഷണിപ്പെടുത്തിയിരുന്നു. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ പരമോന്നത നേതാവിനെയും പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ജൂൺ 17 US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി, സുപ്രീം നേതാവ് എന്ന് വിളിക്കപ്പെടുന്നയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. എങ്കിലും ഞങ്ങൾ തൽക്കാലം അദ്ദേഹത്തെ ഇപ്പോൾ കൊല്ലാൻ പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഭാവിയിൽ വധിച്ചേക്കാമെന്ന അർത്ഥം അതിനകത്തുണ്ട്. എന്നിരുന്നാലും ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിൽ ഭരണമാറ്റം നടക്കില്ലെന്നും അത് ഉചിതമല്ലെന്നും ട്രംപ് പറഞ്ഞു. പക്ഷേ ഇറാനോട് നിരുപാധികമായ കീഴടങ്ങൽ ആവശ്യപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിലൂടെ ട്രംപിനെ ഖമേനിയും വിമർശിച്ചു. ഇറാൻ കീഴടങ്ങണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തെ ആയത്തുള്ള ഖമേനി അപലപിച്ചു. അത് അസ്വീകാര്യമായ പ്രസ്താവനയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. ഖമേനി എങ്ങനെ അതിജീവിച്ചു? എവിടെയാണ് അദ്ദേഹം ഒളിച്ചത്? ഖമേനിക്ക് പകരം പിന്തുടർച്ചാവകാശം ആർക്കൊക്കെ വേണം എന്നുള്ള ചില ചർച്ചകളും ഇറാനിൽ നടന്നിരുന്നു. അതിൻ്റെ ചില വിശദാംശങ്ങളുമായുള്ള ചില 5 സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആയത്തുള്ള ഖമേനിയും കുടുംബവും ഒളിവിൽ പോയി. റവല്യൂഷണറി ഗാർഡുകളുടെ എലൈറ്റ് യൂണിറ്റാണ് അവരെ സംരക്ഷിച്ചത്. നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഖമേനി സുരക്ഷിതമായ ഒരു ഭൂഗർഭ ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇസ്രായേൽ സേനയുടെ കൊലപാതക ശ്രമങ്ങൾ തടയുന്നതിന് അദ്ദേഹം എല്ലാ ഇലക്ട്രോണിക് ആശയവിനിമയങ്ങളും ഒഴിവാക്കുകയായിരുന്നു. അതായത് സ്വന്തം രാജ്യത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായോ അടുത്ത സൈനിക ഉദ്യോഗസ്ഥന്മാരുമായോ ഉള്ള ആശയവിനിമയങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഒഴിവാക്കിയിരുന്നതായി വാർത്തകളിൽ പറഞ്ഞു. രാജ്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം അദ്ദേഹം സൈന്യത്തെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുരക്ഷിതമായ താവളത്തിലേക്ക് മാറിയത്. കാരണം ഇസ്രായേൽ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാം. അവർക്കൊരു സാധ്യത ഒത്തുവരുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു സാഹചര്യം ഒത്തുവരുമ്പോൾ അവരത് മുതലാക്കുമെന്ന് ഇറാന്റെ നേതൃത്വത്തിന് നന്നായി തന്നെ അറിയാമായിരുന്നു. വളരെ കാലമായി ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്ന, ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിനെ ഇസ്രായേൽ തീർച്ചയായും വെച്ചുകൊണ്ടിരിക്കില്ല. അത് മറ്റാരേക്കാളും ഇറാന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പരമോന്നത നേതാവിനെ എത്രയും
കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള വഴികളെല്ലാം തന്നെ ഇറാൻ ചെയ്തു. അവരതിൽ വിജയിക്കുകയും ചെയ്തു. സംഘർഷത്തിനിടെ ഇറാനിലെ അനവധി ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ നിരവധി ഉന്നത ഇറാനിയൻ സൈനിക ആണവ പദ്ധതി ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വയ്ക്കുകയും വധിക്കുകയും ചെയ്തിരുന്നു. യുദ്ധസമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളെക്കുറിച്ച് വ്യക്തമായി മുന്നറിയിപ്പും സൂചനയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭരണമാറ്റം സാധ്യമാകുമെന്ന് അവർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും അവർ വിചാരിച്ചതുപോലെ നടന്നില്ലെന്ന് മാത്രമല്ല, ഇറാന്റെ ശക്തമായ തിരിച്ചടിയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ യുദ്ധം ഉദ്ദേശിച്ചതുപോലെ ഫലം ചെയ്തു എന്ന സന്ദേഹമാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്.